8 മാസമാകുമ്പോഴേക്ക് ഒരല്പം വർധനവുണ്ടാകും. ഏകദേശം ആ സമയമാകുമ്പോഴേക്ക് 10,000 കോടി ന്യൂറോണുകൾ തലച്ചോറിലുണ്ടാകും. 10,000 കോടി ന്യൂറോണുകൾ. പിന്നീട് അതിശീഘ്രമുള്ള തലച്ചോറിൻ്റെ വളർച്ചയുണ്ട്. ന്യൂറോണുകളുടെ എണ്ണത്തിലല്ല, ന്യൂറോണുകളുടെ കണക്ഷനിൽ. വ്യത്യസ്ത ന്യൂറോണുകൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നത് ആക്സോണുകൾ എന്നറിയപ്പെടുന്ന അതിൻ്റെ ഒരു തന്തുക്കൾ മുഖേനയാണ്. ഒരാക്സോണും മറ്റൊരാക്സോണും തമ്മിൽ ബന്ധപ്പെടുന്ന ആ സ്ഥലത്തിന് ന്യൂറോളജിയിൽ പറയുക സിനാപ്സ് എന്നാണ്. ഓരോ ന്യൂറോണുകളും തമ്മിൽ പരസ്പരം സിനാപ്സുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ആ സിനാപ്സുകളുടെ എണ്ണമാണ് ജനനത്തോടുകൂടി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജനിക്കുമ്പോൾ കാര്യമായി സിനാപ്സുകൾ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ ഒരു കുട്ടി 10 വയസ്സാകുമ്പോഴേക്ക് അവൻ്റെ തലച്ചോറിലുള്ള സിനാപ്സുകളുടെ എണ്ണം 1 ട്രില്യൺ വരുമെന്നാണ് കണക്ക്. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടി എണ്ണം. 10,000 കോടി വരുന്ന ന്യൂറോണുകൾ തമ്മിൽ 1,00,000 കോടി വരുന്ന സിനാപ്സുകളാൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ ന്യൂറോണും ഒരുപാട് ന്യൂറോണുമായി ബന്ധപ്പെടും. ഈ സിനാപ്സുകളിലാണ് വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നത്, അറിവ് ശേഖരിക്കപ്പെടുന്നത്. ഈ സിനാപ്സുകളിലാണ് അടിസ്ഥാനപരമായ അറിവ് ശേഖരിക്കപ്പെടുന്നത്. ഈ സിനാപ്സുകളുടെ വളർച്ചയെക്കുറിച്ച്, അതിൻ്റെ എണ്ണത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ഇന്ന് നമുക്ക് ഏകദേശമായ ധാരണയുണ്ട്. MRIയുടെ വരവിന് ശേഷം ഫങ്ഷണൽ മാഗ്നറ്റിക് റിസണൻസ് ഇമേജിംഗ് ആണ് FMRI. അതിനുശേഷം നമുക്ക് തലച്ചോറിൻ്റെ വളർച്ചയിൽ ഓരോ സന്ദർഭത്തിലും സംഭവിക്കുന്നത് എന്ത് എന്ന ഏകദേശമായ ധാരണയുണ്ട്. 3 വയസ്സ് വരെ കുട്ടിയുടെ തലച്ചോറ് അതിശീഘ്രം വളരുകയാണ്. 3 വയസ്സ് വരെ ആ അതിശക്തമായി ആ വളർച്ചക്കിടക്കാണ് സിനാപ്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടി അറിവിൻ്റെ അടിസ്ഥാനം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അറിവിൻ്റെ അടിത്തറ, എങ്ങനെ ചിന്തിക്കണമെന്ന്, എങ്ങനെ മനസ്സിലാക്കണമെന്ന്, എങ്ങനെ ലോകത്തെ കാണണമെന്ന്, എങ്ങനെ ലോകത്തെ അപഗ്രഥിക്കണമെന്ന്, എങ്ങനെ മൂല്യങ്ങളെ ഉൾക്കൊള്ളണമെന്ന്, എങ്ങനെ മൂല്യങ്ങളെ മനസ്സിലാക്കണമെന്ന്, എങ്ങനെ ധർമ്മത്തെക്കുറിച്ചുള്ള ബോധവും അവബോധവും സൃഷ്ടിക്കണമെന്ന് കുട്ടി നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് 3 വയസ്സ് വരെ. ഈ 3 വയസ്സ് വരെയുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടിയുടെ മസ്തിഷ്ക വളർച്ചയിൽ എന്ന് സംസാരിക്കുന്നത് ഇന്നത്തെ ആധുനിക ന്യൂറോളജിസ്റ്റുകളാണ്. ശേഷം കുട്ടിയുടെ 10 വയസ്സ് വരെയുള്ള സമയത്തും ഈ വളർച്ച തുടരും. പക്ഷേ പഴയ അത്ര ശീഘ്രഗതിയിലല്ല, അത്ര ശക്തമായിട്ടല്ല. എന്നാൽ 10 വയസ്സോടുകൂടി സിനാപ്സുകളുടെ വളർച്ച നിലക്കുകയാണ്. 10 വയസ്സോടുകൂടി പിന്നെ ഒരു ചെറിയ വളർച്ച മാത്രം, പ്രായപൂർത്തി എത്തുന്നതോടുകൂടി അല്ലെങ്കിൽ ഒരു 18 വയസ്സാകുന്നതോടുകൂടി അതും പൂർത്തിയാകുന്നു. കമ്പ്യൂട്ടറുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ തലച്ചോറിൻ്റെ വളർച്ചയെ 3 ഘട്ടങ്ങളായി ശാസ്ത്രജ്ഞന്മാർ തിരിക്കുന്നു. ജനിക്കുമ്പോൾ ഏതാനും സിലിക്കൺ ചിപ്പുകളുമായിട്ടാണ് കുട്ടികൾ ജനിക്കുന്നത്. ഏതാനും സിലിക്കൺ ചിപ്പുകൾ, അതിൻ്റെ ഹാർഡ്വെയർ രൂപപ്പെടുന്നത് 3 വയസ്സാകുന്നത് വരെയാണ്. ആ ഹാർഡ്വെയറിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയറിൻ്റെ രൂപവൽക്കരണമാണ് 10 വയസ്സ് വരെ നിർവഹിക്കപ്പെടുന്നത്. 10 വയസ്സിന് ശേഷം ലഭിച്ച സോഫ്റ്റ്വെയറിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് മാത്രമേ പിന്നെ നിർവാഹമുള്ളൂ. അടിസ്ഥാനപരമായി തലച്ചോറിൻ്റെ വളർച്ച നടക്കുന്നത് 3 വയസ്സ് വരെ, പിന്നീടുള്ളത് 10 വയസ്സ് വരെ. ഈ സമയത്ത് കുട്ടി എന്ത് കണ്ടു, എന്ത് മനസ്സിലാക്കി, എന്തറിഞ്ഞു, എന്തനുഭവിച്ചു, ഇത് പ്രധാനം. ഇത് ഏറ്റവും പ്രധാനം. ഈ സമയത്ത് കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് തോന്നിവാസങ്ങളാണോ? ഈ സമയത്ത് കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് വൃത്തികേടുകളാണോ? ഈ സമയത്ത് കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് കലാപങ്ങളാണോ? ഈ സമയത്ത് കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് രക്തരൂക്ഷിതമായ സമരങ്ങളാണോ? എങ്കിൽ കുട്ടിയുടെ മനസ്സിൽ രേഖപ്പെടുത്തപ്പെടുന്ന യഥാർത്ഥത്തിൽ ഉള്ള മൂല്യബോധം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇത് പറയുന്നത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനാണ്.
ഇത് പറയുന്നത് അക്കാര്യത്തെക്കുറിച്ച് അനുഭവിച്ച് ബോധ്യമുള്ള ആളുകളാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അധാർമികതകളെക്കുറിച്ച്, കുറ്റകൃത്യങ്ങളെക്കുറിച്ച്, വളർന്നുകൊണ്ടിരിക്കുന്ന വഴിവിട്ടുള്ള കുട്ടികളുടെ പോക്കിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനും അതേപോലെ തന്നെ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സും കൂടി ഒരുമിച്ച് നടത്തിയ പഠനങ്ങളുണ്ട്. ആ പഠനങ്ങൾ നമ്മയെല്ലാം ഞെട്ടിപ്പിക്കുവാൻ പോന്നതാണ്. അവർ പച്ചയായി നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ കുട്ടികളെ ഡോക്ടർമാരാക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കതിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ആരാക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കതിന് ഉറപ്പായും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ നിങ്ങൾ ഒരു കാര്യത്തിൽ ഉറപ്പ് തരുമോ എങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ചിലതാകുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരാം. നിങ്ങളുടെ കുട്ടികളെ ചെറുപ്പകാലഘട്ടത്തിൽ മാതാവ് മടിയിൽ വെച്ചുകൊണ്ട് ടെലിവിഷന് മുന്നിലിരുന്ന് ആ ടെലിവിഷനിലെ ക്രൂരമായ രംഗങ്ങൾ, ആക്ഷൻ ത്രില്ലറുകൾ നിങ്ങൾ കാണുമെങ്കിൽ ആ കുട്ടി ഒരു സാമൂഹ്യ ദ്രോഹിയാകുമെന്ന് ഞങ്ങൾ ഉറപ്പു തരാം. കുട്ടിയെ നിങ്ങളുടെ മാതാവ് 3 വയസ്സ് വരെ മടിയിലിരുത്തിക്കൊണ്ട് ആ കുട്ടിയെ അർദ്ധനഗ്ന രംഗങ്ങളും അതേപോലെ തന്നെ വൃത്തികെട്ട സീനുകളും മാതാവ് കാണുന്നുവെങ്കിൽ ആ കുട്ടി ഒരു സാമൂഹ്യ വിരുദ്ധനും ധാർമ്മികമായി പിന്നോക്കമുള്ളവനുമായി തീരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയും. ഇത് പറയുന്നത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനും അമേരിക്കൻ അസോസിയേഷൻ ഫോർ പീഡിയാട്രിക്സുമാണ് ഒരുമിച്ച്. എന്തുകൊണ്ട്? അവിടെയുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഭീതിതമായ അറിവുകൊണ്ട്. ഈ അടുത്ത് പുറത്തിറങ്ങിയൊരു പുസ്തകമുണ്ട്, ഒരു അമേരിക്കൻ സാമൂഹ്യ നിരീക്ഷകൻ്റെ പുസ്തകമാണ്. ഡേവിഡ് ബ്ലാങ്കൻ ഹോൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ രചയിതാവിൻ്റെ പേര്. പുസ്തകത്തിൻ്റെ തലക്കെട്ടാകട്ടെ ഫാദർലെസ് അമേരിക്ക എന്നാണ്. ഫാദർലെസ് അമേരിക്ക അഥവാ തന്തയില്ലാത്ത അമേരിക്ക. അമേരിക്കയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, പിതാവ് ആരാണ് എന്നറിയാതെ. വിവാഹത്തിന് മുൻപ്, ഏറ്റവും പുതിയ കണക്ക് പ്രകാരം വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന അമേരിക്കൻ യുവതികളുടെ എണ്ണം 96%. 96%. അതിൽ 60% 13 വയസ്സിന് താഴെയുള്ളവരാണ്. അത് പറയുന്നത് അവിടെയുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ. എന്തുകൊണ്ട് ഇത് ഉറക്കെ പറയുന്നു? അവർ മുന്നിൽ കാണുന്ന സമൂഹത്തിൻ്റെ ഭീതിതമായ ചിത്രം കണ്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ അതിക്രമങ്ങളെയും അക്രമങ്ങളെയും അവർ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നവർ പഠിച്ച് മനസ്സിലാക്കി തരുന്നു. കുട്ടി ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ, അവൻ്റെ തലച്ചോറിലുണ്ടാക്കുന്ന ഇമേജുകൾ, ആ ഇമേജുകൾക്കനുസരിച്ച് കുട്ടി ലോകത്തെ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഇമേജുകളെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും. ആ ഇമേജുകൾ എന്താണ്? ഏത് രൂപത്തിലാണ് നമ്മുടെ തലച്ചോറിനെ പ്രവർത്തനക്ഷമമാക്കുന്നത്? നമ്മൾ കരുതും നമ്മൾ അർദ്ധനഗ്ന രംഗങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ഷൻ ത്രില്ലറുകൾ കാണുന്നില്ല. പക്ഷേ ടെലിവിഷൻ എന്ന വസ്തു, അതിലൂടെ കടന്നു വരുന്ന പരസ്യങ്ങൾ എന്ന അഡ്വർടൈസ്മെൻ്റ് എന്ന ഒരു പ്രതിഭാസം, ആ പ്രതിഭാസത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട്. മാർക്കറ്റിംഗ് ഇന്നൊരു ശാസ്ത്രമാണ്. മാർക്കറ്റിംഗ് ഇന്നൊരു സയൻസാണ്. ബിസിനസ് സ്കൂളുകളിൽ ശക്തമായി പഠിപ്പിക്കുന്ന സയൻസ്. മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും അടിത്തറ അഡ്വർടൈസ്മെൻ്റാണ്. എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ആ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സയൻസ് എന്ന് പറയുമ്പോൾ അതൊരു കേവലം സോഫ്റ്റ് സയൻസ് മാത്രമല്ല, അതൊരു ഹാർഡ് സയൻസ് തന്നെയാണ്. ന്യൂറോ മാർക്കറ്റിംഗ് ഈ അടുത്ത് രൂപപ്പെട്ട മറ്റൊരു ശാസ്ത്രശാഖയാണ്. ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിനകത്തേക്ക് വസ്തുക്കളെ അടിച്ചു കയറ്റുന്നത് എങ്ങനെ എന്ന് നേരത്തെ പറഞ്ഞ FMRI പോലെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് തലച്ചോറിനെ കുറിച്ച് പഠിച്ച്, ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള തലച്ചോറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ച് ആ തലച്ചോറിലേക്ക് ഒരു പ്രത്യേക പ്രോഡക്റ്റിനെ എങ്ങനെ അടിച്ചു കയറ്റാമെന്ന് ഗവേഷണം ചെയ്യുന്നതിൻ്റെ പേരാണ് ന്യൂറോ മാർക്കറ്റിംഗ്. ആ ന്യൂറോ മാർക്കറ്റിങ്ങിൻ്റെ ഗവേഷണം ചെയ്യുന്ന ഒരുപാട് ന്യൂറോളജിസ്റ്റുകളുണ്ട്. ആ ന്യൂറോളജിസ്റ്റുകൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ്, കൃത്യമായി പഠനം നടത്തി ശാസ്ത്രീയമായി അപഗ്രഥിച്ചുകൊണ്ടാണ് എങ്ങനെ പരസ്യങ്ങൾ നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുന്നത്. പരസ്യങ്ങൾ നിർമ്മിക്കുകയും ആ പരസ്യങ്ങൾ വഴി വസ്തുക്കളെ നമ്മളുടെ തലച്ചോറിനകത്തേക്ക് മുദ്രീകരണം നടത്തുകയും ചെയ്യുന്ന
പ്രൊമോട്ട് ചെയ്യുന്ന ഏർപ്പാടാണ് യഥാർത്ഥത്തിൽ ഇന്ന് മാർക്കറ്റിംഗ് എന്ന രൂപത്തിൽ അറിയപ്പെടുന്ന ശാസ്ത്രശാഖയുടെ പ്രധാനപ്പെട്ട പണി. അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് ഡോക്ടർ സട്ട് ഹള്ളി എന്ന് പറയുന്ന അമേരിക്കൻ അഡ്വർടൈസിങ് രംഗത്തെ മാർക്കറ്റിംഗ് രംഗത്തെ